പൊതുപ്രവർത്തനത്തോടൊപ്പം കായിക മേഖലയുടെ വികസനത്തിലും സംഭാവന നൽകിയ വ്യക്തിയാണ് കെ തങ്കപ്പനെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. വിവിധ മേഖലകളിൽ ഒരേ സമയം കഴിവ് തെളിയിച്ച അദ്ദേഹത്തിന് കൊല്ലത്തിന്റെ വികസനത്തെ സംബന്ധിച്ച വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കെ തങ്കപ്പൻ അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മുൻ കൊല്ലം മുനിസിപ്പൽ ചെയർമാനും കേരള സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റും കൊയിലോൺ അത്ലറ്റിക് ക്ലബിന്റെ പ്രസിഡന്റുമായിരുന്ന കെ തങ്കപ്പൻ അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇവിടെ ജവഹർ ബാലഭവന്റെ കാര്യങ്ങൾക്ക് വരുമ്പം അത് എനിക്കറിയുന്ന അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ച വാശിയോട്, ഞാൻ MP ആയിരുന്നു, രാജ്യസഭ MP ആയിരിക്കുന്ന സമയത്ത് അവിടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള പണം അദ്ദേഹം പറഞ്ഞു അനുവദിച്ച് കൊടുക്കുന്നത്. അത് എങ്ങനെ മേടിച്ച് നടപ്പിലാക്കുക എന്നുള്ളത് ഒരു വാശിയോട് കൂടിയാണ്. അതൊക്കെ ദൈനംദിന കാര്യത്തിലൊക്കെ അദ്ദേഹമുണ്ട്. ഞാൻ ഇപ്പോഴും അപ്പോഴും ഒക്കെ ആ അതിനുശേഷം ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്. അതെങ്ങനെ നടത്തിക്കൊണ്ട് പോകും. അതിൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ജവഹർ ബാലഭവനെ വലിയൊരു പ്രസ്ഥാനമായിട്ട് അവിടുത്തെ ഇന്റേണൽ ഇൻകം ഉണ്ടാക്കാവുന്ന ഒരു സ്ഥാപനമായിട്ട് തന്നെ അതിൻ്റെ ഓഡിറ്റോറിയം ഒക്കെ ഉപയോഗിച്ചു. വളരെ പ്രധാനപ്പെട്ട സ്ഥലത്താണല്ലോ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട്. അത് നന്നായിട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ ചെയ്യും. കൊല്ലത്തെ ഡെവലപ്മെൻറ്റ് സംബന്ധിച്ച് അദ്ദേഹത്തിന് കൃത്യമായ കാഴ്ചപ്പാടുകളുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം പറയും. ഇവിടെ നേരത്തെ പറഞ്ഞ പൊതുവായ കാര്യങ്ങൾക്കുള്ള വേദികളിൽ അതിന് എനിക്കൊന്ന് കൊല്ലം മെഡിക്കൽ കോളേജിന് വേണ്ടിയിട്ടൊക്കെയുള്ള കുറേ ശ്രമങ്ങളൊക്കെ ആ സമയത്ത് നടത്തിയിരുന്നു. കൊല്ലത്ത് പാർവതി മില്ലിൻ്റെ സ്ഥലം, കൊല്ലത്തെ മെഡിക്കൽ കോളേജ് കൊല്ലം ടൗണിൽ വേണം എന്നൊരു വലിയ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ന്യായമായ മൂവ്മെൻ്റാണ്. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾക്കെല്ലാം സജീവമായി നിൽക്കും. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു വശമാണ്. മറുവശത്ത് ഞങ്ങൾ അദ്ദേഹത്തിനോട് എനിക്ക് പരിചയം, ഞാൻ SFIയുടെ പ്രവർത്തകനായിട്ട് വരുമ്പോഴാണ്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് പണമൊക്കെ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കി തരണമെങ്കിൽ പോയി പറയാൻ പറ്റുന്ന ആൾ അത് തങ്കപ്പൻ സാറാണ്. തങ്കപ്പൻ സാറിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ കോളേജിലെ ഇലക്ഷനാണ്, അദ്ദേഹം പിള്ളേരെ എന്തെങ്കിലും അധികപ്പറ്റി കാണിച്ച് ചീത്ത പറയുകയും ചെയ്യും. അതിന് ചീത്ത പറയുന്ന ലെവലില്ല, ഈ പറഞ്ഞ പോലെ അല്ല, നല്ലപോലെ പറയും. അടുത്തറിയുന്നവർക്കറിയാം. വിദ്യാർത്ഥികൾക്ക് ചെന്നിട്ട് ഞങ്ങൾക്കൊരു സഹായം ആവശ്യമുണ്ട്, ഇലക്ഷന് എന്തെങ്കിലും സൗകര്യം പ്രിൻ്റ് ചെയ്യാനോ മെറ്റീരിയൽ അടിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ അന്നത്തെ ആവശ്യമുള്ളൂ. ഒരു സമയത്ത് പൈസയുടെ വിലയനുസരിച്ച് തുക മാറുമെന്നേ ഉള്ളൂ. പക്ഷേ വലിയ സഹായം കിട്ടിയേ പറ്റൂ. അതിനും ആരെങ്കിലും 3-4 പേരോടൊക്കെ വിളിച്ചു പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ബന്ധം ഉപയോഗിച്ച് അവർക്ക് ആവശ്യമായ സഹായം എത്തിച്ചു കൊടുക്കും. കെ തങ്കപ്പന്റെ പേരിൽ ഏർപ്പെടുത്തിയ സംസ്ഥാന തലത്തിലെ ഏറ്റവും മികച്ച അത്ലറ്റിനുള്ള പുരസ്കാരം ഇടുക്കി സ്വദേശിയും തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജ് വിദ്യാർത്ഥിയുമായ സാന്ദ്രമോൾ സാബുവിനും, ഏറ്റവും മികച്ച ഫുട്ബോളർക്കുള്ള പുരസ്കാരം മലപ്പുറം സ്വദേശിയും അത്താണിക്കൽ MIC സ്കൂൾ വിദ്യാർത്ഥിയും കേരള ബ്ലാസ്റ്റേഴ്സ് ജൂനിയർ ടീം അംഗവുമായ ഷഹീബ് അലി കാരയിലിനും മന്ത്രി കെ.എൻ. ബാലഗോപാൽ സമ്മാനിച്ചു. കൊയിലോൺ അത്ലറ്റിക് ക്ലബിന്റെയും കെ തങ്കപ്പൻ ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ QSC പ്രസിഡന്റ് കെ അനിൽകുമാർ അമ്പലക്കര അധ്യക്ഷനായിരുന്നു. M. നൌഷാദ് MLA, കൊല്ലം സഹകരണ ബാങ്ക് ചെയർമാൻ കെ ബേബിസൺ, QSC സെക്രട്ടറി G. രാജ്മോഹൻ, വൈസ് പ്രസിഡന്റ് AK. അൽത്താഫ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.